അങ്ങനെ താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ തിക്കിക്കോസ് എന്ന് പറയുന്ന ഒരു ഭക്തന് തന്നെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം കൊലോസ്യ സഭയുടെ പാസ്റ്ററായി കുറച്ച് നാൾ ശുശ്രൂഷിച്ചതായ ദൈവത്തിന്റെ ദാസനാണ്. താൻ എഴുതി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹിതമായിരിക്കും, ഈ ലെറ്റർ കൊണ്ട് കൊടുക്കുവാൻ ആരെങ്കിലും വേണമല്ലോ. തീക്കോസ് റോമിൽ തന്നെ സന്ദർശിക്കുകയുണ്ടായി. തന്നെ സന്ദർശിച്ചപ്പോൾ തൻ്റെ കൈവശം തീക്കോസിന്റെ കൈവശമേ ഈ ലെറ്റർ എഫേസിലുള്ളതായ വിശ്വാസികൾ കൊടുക്കുവാനായിട്ട് കൊടുത്തയച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പട്ടണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒത്തിരി ഹല്ലേലൂയ സാത്താന്യ മ്ലേച്ഛത ഹല്ലേലൂയ നിറഞ്ഞതായ ഒരു പട്ടണമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അർത്തിമോസ് ദേവിയുടെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അറിയപ്പെടുന്നതായ ഒരു ക്ഷേത്രമായിരുന്നു. പുരാതന കാലത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെ ആയിരുന്നു അർത്തിമോസ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. ഏതാണ്ട് 200 വർഷം കൊണ്ട് നമ്മുടെ ഹല്ലേലൂയ ഈ താജ്മഹലൊക്കെ പണിതുപോലെ തന്നെ 200 വർഷം കൊണ്ട് മാർബിൾ ഉപയോഗിച്ച് പണിതതായ അർത്തിമീസ് ക്ഷേത്രം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് അതില്ല, അതെല്ലാം പൊളിഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് പിന്നീട് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ 25,000 പേർക്ക് കുറഞ്ഞ പക്ഷം ഒന്നിച്ചിരുന്ന് കലാപരിപാടികളൊക്കെ കാണുവാനുള്ളതായ സൗകര്യമുള്ളതായ ഒരു കൊലോസ്യം അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറയാം, അത്ര മാത്രം സൗകര്യം ഉണ്ടായിരുന്നായ ഒരു പട്ടണമായിരുന്നു എന്ന് ഈ പട്ടണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ സെൻറ്റർ ആയിരുന്നു എഫെസോസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അന്നുണ്ടായിരുന്ന പട്ടണങ്ങളിൽ വെച്ച് നല്ലൊരു പട്ടണമായിരുന്നു. സ്മർന്നായിൽ നിന്ന് ഏതാണ്ട് 40 മൈൽ അകലെയാണ് ഈ പട്ടണമേ നില കൊണ്ടിരുന്നത്. ഈ പട്ടണത്തിന് ഒത്തിരി സവിശേഷതകൾ ഉണ്ട് എങ്കിൽ തന്നെയും പ്രിയമുള്ളവരെ അവിടെ ഹല്ലേലൂയ കർത്താവിനെ അറിയാത്തതായ ഒത്തിരി ജനങ്ങളെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പൗലോസ് എഫെസോസിൽ കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് അതിൻ്റെ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അല്പചരിത്രം പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ ഫ്രങ്കയിൽ വെച്ച് താൻ ക്ഷൗരം ചെയ്തിട്ട് പ്രിസ്കില്ലയുടെയും അക്വിലയുടെയും കൂടെ കപ്പൽ കയറി സൂര്യയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവര് പ്രിസ്കില്ലയും അക്വിലയും കൂടെ ഒന്നിച്ച് എഫെസോസിലെ പൗലോസ് ഇപ്പോഴെ എത്തുന്നു. അത് അവരുടെ രണ്ടാമത്തെ ഒരു മിഷനറി യാത്രയാണ്.